ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സ്വല്ലാ റജുലുൻ വറസൂലുള്ളാഹി ജാലിസും ബൈനനാ. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഞങ്ങൾ ഇരിക്കുമ്പോ ഒരു വ്യക്തി ഇതാ വന്ന് നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വരുകയാണ്. ജാഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് ഫസല്ലമ, അല്ലാഹുവിന്റെ റസൂലിനോട് സലാം ചൊല്ലുകയാണ്. ഫറദ്ദ സലാമ, നബി തങ്ങൾ സലാം മടക്കിയിട്ട് പറഞ്ഞു, ഇർജി ഫതവല്ല ഫസല്ലി ഫഇന്നക ലം തുസല്ലി. നീ തിരിച്ചു പോകണേ, നീ വുളു എടുക്കണേ, നിസ്കരിക്കണേ, നീ നിസ്കരിച്ചിട്ടില്ല. അദ്ദേഹത്തിന് നബി തങ്ങളും തിരിച്ചയക്കാം. വളരെ ശ്രദ്ധിക്കണം, ഈ മസല വളരെ ശ്രദ്ധിക്കും. ഒരു ചരിത്രമാണ്, വളരെ ശ്രദ്ധിക്കും. ഈ പറയുന്നതൊക്കെ പുരുഷന്മാർക്കാണ്, സ്ത്രീകളിലേക്ക് ഞാൻ വരാം ഇൻഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മോനെ നീ വുളു എടുക്കണേ, നിസ്കരിക്കണേ. ചെറുപ്പക്കാരൻ നേരെ പോയി വുളു എടുത്തു, നിസ്കരിച്ചു. വീണ്ടും നബിയുടെ അടുക്കൽ വന്നു. ഫസല്ലമ, നബിയോട് സലാം ചൊല്ലി. ഫറദ്ദ സലാമ ഫഖാല കമാ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം അടക്കിയിട്ട് അദ്ദേഹത്തോട് മുമ്പ് പറഞ്ഞതുപോലെ പറഞ്ഞു, പോയി വുളു എടുക്കണേ, നിസ്കരിക്കണേ, നിന്റെ നമസ്കാരം ശരിയായിട്ടില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. 3 പ്രാവശ്യം ഇതേപോലെ തുടർന്നു. 4ാമത്തെ പ്രാവശ്യവും നബി തങ്ങൾ ഇത് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലിരിക്കുന്ന ഒരു അനുയായി മുത്ത് നബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, അമർതഹു അയ്യതവല്ലാ സുമ്മ സകത അൻഹു യാ റസൂലല്ലാഹ്. തങ്ങൾ അദ്ദേഹത്തോട് വുളു എടുക്കാൻ പറയുന്നു, നിസ്കരിക്കാൻ പറയുന്നു. കാര്യം എന്താണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ പോരായ്മയൊന്ന് പറയണേ നബിയേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നല്ലാഹ ലാ യഖ്ബലു സ്വലാത്ത റജുലിൻ മുസ്ബിലിൻ ഇസാറാ. നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. അങ്ങനെ ചെയ്യുന്നവന്റെയും നിസ്കാരം സ്വീകരിക്കൂല എന്നാണ് അർത്ഥം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ നിസ്കാരം പോയി. ആ കാര്യത്തിൽ എന്തായാലും തീരുമാനമായി. നിസ്കരിക്കുന്ന സമയത്ത് നിര്യാണിക്ക് മുകളിലോട്ട് കയറ്റി വെച്ചാൽ ഓക്കെ ആണ് എന്ന് ധരിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. അതുകൊണ്ടല്ലേ പള്ളിയിൽ എത്തുമ്പോഴത്തേക്ക് ഓനിങ്ങനെ അവിടെ കുത്തിയിരുന്നിട്ട് മടക്ക് റെഡിയാക്കി തീർത്ത് വെക്കും. ആണുങ്ങളാണെങ്കിലും വേഗം തന്നെ ഒരു മുണ്ടൊക്കെ ഒന്ന് തുണിയൊന്ന് അഴിച്ചിട്ട് റെഡിയാക്കി ഒന്ന് കൊടുക്കുന്നു. അല്ലേ? ചിന്ത എന്താ? നിര്യാണിക്ക് മുകളിലോട്ട് ആ സമയം ഒന്ന് കയറ്റിയാൽ മതി. നിസ്കാരം കഴിയുമ്പോൾ നേരെ ഊരും, താഴോട്ടു, പാൻസും താഴോട്ട്. പാടില്ല. അങ്ങനെ ചെയ്യൽ തന്നെയാണ്. അവൻ അഹങ്കാരിയുടെ ലക്ഷണത്തിൽ പെട്ടവനാണ്, അഹങ്കാരിയാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി. നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. വളരെ ശ്രദ്ധിക്ക്. ചെറിയ കാര്യമല്ല ഈ പറയുന്നത്, ചെറിയ കാര്യമല്ല. എന്റെ മുന്നിലിരിക്കുന്ന 30, 40, 50 വയസ്സെത്തിയ സഹോദരങ്ങളുണ്ടാകും. നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ടാകും. ഒരുപക്ഷെ നാട്ടിൽ വലിയ അറിയപ്പെടുന്ന ശൈഖായിരിക്കാം, പക്ഷെ അല്ലാഹ് നമസ്കാരം കബൂലാക്കൂല. ഈ ഹദീസ് വിശദീകരിച്ചിട്ട് ഇമാം നവവി തങ്ങൾ പറയുന്നു, നിസ്കരിക്കുന്ന സമയത്ത് നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവനെ കുറിച്ചാണ് നബി തങ്ങൾ പറയുന്നത് എങ്കിൽ അവിടെ പറയേണ്ടിയിരുന്നത് ഇന്നല്ലാഹ ലാ യഖ്ബലു സ്വലാത്ത റജുലിൻ വഹുവ മുസ്ബിലുൻ ഇസാറ എന്ന് വാവ് ഹാലിയാക്കിയിട്ടാണ്. അതൊക്കെ ഉസ്താദുമാർക്ക് തിരിയുള്ളൂ. നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല എന്നായിരുന്നു നബി തങ്ങൾ പറയേണ്ടിയിരുന്നത്. പക്ഷെ നബി അങ്ങനെയല്ല പറഞ്ഞത്. ഇന്നല്ലാഹ ലാ യഖ്ബലു സ്വലാത്ത റജുലിൻ മുസ്ബിലിൻ ഇസാറ. നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവന്റെ നിസ്കാരത്തിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവരുണ്ടോ, പാൻസ് ധരിക്കുന്നവരുണ്ടോ, തുണി ഉടുക്കുന്ന പുരുഷന്മാരുണ്ടോ, നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നല്ല ജ്യൂസോ എന്തോ കാവയോ എന്താണ് കാപ്പി കണ്ട എന്താ വേണം? വയത് കേൾക്കുമ്പോ എന്തൊക്കെ ഇപ്പൊ കിട്ടുന്നത്. നാളെ പടച്ചവന്റെ അടുത്ത് ചെല്ലുമ്പോ ഇതൊക്കെ കേട്ടിട്ടും തുണി നേരെ കൊടുത്തില്ലെങ്കിൽ നല്ല ഇടി കിട്ടും. അല്ലാഹു നമ്മളെ കാക്കട്ടെ.
ഇന്നിപ്പോൾ വയത് കേൾക്കുമ്പോൾ നല്ല കാവ ഫാൻ, നല്ല സുഖമായിട്ട് ഫാന്, സൗകര്യം, നല്ല പന്തൽ, എന്തൊക്കെയാണ് നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അമൽ ചെയ്തില്ലെങ്കിൽ ഭയങ്കര ഇടങ്ങേറായി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈ സൗകര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. മാറാക്കൂടെ, നമുക്കൊന്ന് മാറിക്കൂടെ? അള്ളാഹു തൗഫീഖ് തരട്ടെ. മാറാൻ പറ്റും, സുഖമായി മാറാം. നല്ലതുപോലെ ശ്രദ്ധിക്കണം. നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെറുപ്പക്കാരുടെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. യുവാക്കളല്ല വിഷയം. എന്താ ഒരു കാര്യം കൂടി പറയാം. ഷാഫി മദ്ഹബല്ലേ, നമ്മുടെ ഷാഫി മദ്ഹബല്ലേ. അപ്പൊ തുമഇനീനത്ത്, അനക്കമടങ്ങൽ നിസ്കാരത്തിൽ നിർബന്ധമാണ്. ചെറുപ്പക്കാരുടെ ഒക്കെ നിസ്കാരം ഞാൻ പല ആളുകളെയും ഞാൻ വീക്ഷിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നും ആരും നിസ്കരിക്കാൻ ഇവിടെ ഉണ്ടായിരുന്നു. ചെറുപ്പക്കാരൊക്കെ വളരെ ശ്രദ്ധിക്കണം, നമസ്കാരം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കുട്ടികൾ വളരെ ശ്രദ്ധിക്കണം, നമസ്കാരം ശ്രദ്ധിക്കണം. ആകെ നമുക്കുള്ളൊരു അമലതാണ്. നമ്മളൊന്നും സുന്നത്ത് നോമ്പൊന്നും ധാരാളം അനുഷ്ഠിക്കുന്നവരല്ല, ഒരുപാട് സ്വതക്കൊന്നും കൊടുക്കുന്നവരൊന്നുമല്ല, ഹജ്ജൊന്നും ചെയ്യാൻ തൗഫീക്ക് കിട്ടിയ പല ആളുകളും ഇല്ലായിരിക്കും, സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കുന്നവരുമല്ല. എല്ലാത്തിലും വീഴ്ചയാണ്. ആകെ നമ്മൾ ചെയ്യുന്നത് ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കാൻ പള്ളി വരുന്നു എന്നുള്ളതാണ്. അതെങ്കിലും നമ്മളൊന്ന് കൃത്യത വെക്കും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഒരു സംഭവം ഞാൻ വിശദീകരിച്ചു തരാം, നല്ലതുപോലെ ഒന്ന് കേൾക്കുക. عن عمر بن الخطاب رضي الله تعالى عنه أنه قال ما من مصل يصلي إلا وملك عن يمينه وملك عن شماله فإذا أتم ركوعها وسجودها والقراءة فيها يسعد صلاته إلى السماء وإن لم يتم ركوعها وسجودها ولا القراءة فيها يلفه كما يلف الثوب الخلف. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഇൽമുകൾ പഠിച്ചെടുത്ത ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മാമിൻ മുസല്ലിൻ യുസല്ലി, നമസ്കരിക്കുന്ന ഓരോ നിസ്കരിക്കുന്ന ആളുകളും അറിയണേ, ഇല്ലാ വമലകുൻ യമീനിഹി വമലകുൻ ശിമാലിഹി, അവന്റെ വലത്തും ഇടത്തും ഓരോ മലക്കുകളുണ്ട്. അത് ഞങ്ങൾക്കറിയാം, റക്കീബ് എത്തിയതെന്ന് കരുതും. അതല്ല, ഇത് വേറെ മലക്ക്, സെപ്പറേറ്റ് മലക്കാണ്. നിസ്കരിക്കുന്നവന്റെ വലത്തും ഇടത്തും ഓരോ മലക്ക്. ഇത് സ്ത്രീകൾ ഉൾപ്പെടെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് കേട്ടോ ഈ പറയുന്നത്. നമ്മളൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് വലതുഭാഗത്തും ഇടതുഭാഗത്തും ഒരു മലക്കുണ്ടാകും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാം. ഇനി പറയുന്നതൊക്കെ ഇൽമ, വെറുതെ നമ്മൾ കളിതമാശ പറയല്ല, ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങളാണ്. നിസാരമായി തോന്നും, പക്ഷെ അതുകൊണ്ട് നാളെ മഹ്ശറിൽ ഇടങ്ങേറാവും. അതാണ് ഈ പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, അതൊന്ന് ശ്രദ്ധിച്ചാൽ ഓക്കെയാണ്. നമ്മൾ നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യമാണ്. എത്ര ആളുകൾ, പ്രായമുള്ള ആളുകൾ പോലും അശ്രദ്ധരാൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മാമിൻ മുസല്ലിൻ യുസല്ലി ഇല്ലാ വമലകുൻ അൻ യമീനിഹി വമലകുൻ അൻ ശിമാലിഹി. നമസ്കരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണേ, അവന്റെ വലത്തും ഇടത്തും ഓരോ മലക്കുകളെ അല്ലാഹു നിശ്ചയിച്ചിരിക്കുകയാണ്. ഫൈദാ അതമ്മ റുകൂഅഹാ വസുജൂദഹാ والقراءة فيها يصعد صلاته إلى السماء. ആ നമസ്കാരത്തിലുള്ളതാകുന്ന നൃത്തം, നമസ്കാരത്തിലുള്ള റുകൂഅ്, നമസ്കാരത്തിലുള്ള സുജൂദ്, നമസ്കാരത്തിലുള്ള ഓതല്, നമസ്കാരത്തിലുള്ള അമലുകൾ ഓരോന്നും അവൻ കൃത്യത വെച്ചുകൊണ്ട് സമയാസമയത്ത് അനക്കമടങ്ങിക്കൊണ്ട് പൂർത്തീകരിച്ചാണ് ചെയ്തതെങ്കിൽ യസാദു സലാത്തുഹു ഇല സമാ, അർശിന്റെ
അർശിന്റെ ഉടമസ്ഥനായ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഒന്നാം ആകാശവും 2, 3, 4, 5, 6, 7 കഴിഞ്ഞ ആലമുൽ ജബറൂത്തും മലക്കൂത്തും നാസൂത്തും താണ്ടി അല്ലാഹുവിന്റെ അർശിന്റെ സവിധത്തിലേക്ക് നിന്റെ നമസ്കാരം മലക്കുകൾ കൊണ്ടുപോകുമേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ചിന്തിക്കണേ സഹോദര, ചിന്തിക്കണേ പ്രിയപ്പെട്ട ഉമ്മ. നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് ഇശാ നമസ്കരിച്ചിട്ട് വാല് കേൾക്കാൻ വന്ന സഹോദരങ്ങളില്ലയോ? മഗ്രിബ് നമസ്കരിച്ചവരില്ലയോ? അസ്ർ നമസ്കരിച്ചവരില്ലയോ? സുബൈക്ക് ജമാഅത്തായി നമസ്കരിച്ചവരില്ലയോ? ഉറപ്പിക്കാൻ സാധിക്കുമോ സഹോദര, നിന്റെ നമസ്കാരത്തിൽ അനക്കമടങ്ങലുണ്ടായിരുന്നു? തുമഇനീനത്ത് ശാഫി മദ്ഹബിൽ ഫർദല്ലയോ, നിർബന്ധ ഘടകമല്ലയോ? അത് ശ്രദ്ധിക്കാതെ പോകുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്, എത്രയോ യുവാക്കളുണ്ട്. യുവാക്കളുടെ ജീവിതത്തിൽ അനിവാര്യമായ ഒരു ഘടകമാണ്, അനിവാര്യമായി ഇവർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. തലകുത്തി മറിഞ്ഞുകൊണ്ട് നമസ്കരിക്കരുതേ. നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നുകൊണ്ട് തലകുത്തി മറിഞ്ഞവനോട് റസൂലുള്ളാഹി പറഞ്ഞത്, നിന്റെ നമസ്കാരം ശരിയായിട്ടില്ല. അവസാന നബി തങ്ങൾ അദ്ദേഹത്തോട് പറയുകയാണ്, ഇദാ ഖുംത ഇലസ്സലാത്തി, നമസ്കരിക്കാൻ വേണ്ടി നീ നിന്ന് കഴിഞ്ഞാൽ, നീ നിസ്കരിക്കുന്ന സമയത്ത് അനക്കമടങ്ങണേ, അനക്കമടങ്ങിക്കൊണ്ട് നിൽക്കണേ. ഫഖറ മാ തയസ്സറ മിനൽ ഖുർആൻ, നിനക്ക് എളുപ്പമുള്ള വിശുദ്ധമായ ഖുർആനിലെ സൂക്തങ്ങൾ ഫാത്തിഹയോടൊപ്പം നീ പാരായണം ചെയ്യണേ. പിന്നെ നീ റുകൂ ചെയ്യണേ. ഹത്താ തത്മഇന്ന റാകിഅ, റുകൂ ചെയ്താൽ പെട്ടെന്ന് തന്നെ ചൊല്ലിയിട്ട് ചാടി എഴുന്നേറ്റ് ഇഅ്തിദാലിലേക്ക് വരരുതേ. റസൂലുള്ളാഹി നിസ്കാരം പഠിപ്പിക്കുകയാണ്, ഒരു സ്വഹാബിയെയാണ് പഠിപ്പിക്കുന്നത്. അഥവാ അനുയായി വൃന്ദത്തിന് പോലും തെറ്റ് പറ്റിയപ്പോൾ പ്രത്യേകമായി പറഞ്ഞു കൊടുത്ത കാര്യമാണ്. ഇത് നിസാരമായി തള്ളരുതേ, നിസാരമായി തള്ളരുതേ. റുകൂ ചെയ്യണേ, റുകൂഇൽ നീ അനക്കമടങ്ങണേ. എന്നിട്ട് വേണം നീ ചൊല്ലേണ്ടത് സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി. 3 പ്രാവശ്യം ചൊല്ലിയിട്ട് പിന്നെ നീ നേരെ ഇഅ്തിദാലിലേക്ക് വരണേ. സമിഅല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞ് ഹത്താ തത്മഇന്ന ആദിനാ, നീ ഇഅ്തിദാലിൽ അനക്കമടങ്ങി നിൽക്കണേ. അനക്കമടങ്ങിക്കൊണ്ട് നിന്നതിന് ശേഷമാണ് നീ ദുആ ചെയ്യേണ്ടത്. റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാത് വമിൽ അൽ അർളി വമിൽ മാ ശഅത മിൻ ശൈഇൻ ബഅദു. ആരാണ് സഹോദര ഇത് പൂർത്തീകരിച്ച് ചെല്ലുന്നത്? നമ്മൾ സുന്നികളാണ്, സുന്നികളാണ്. പക്ഷേ ഇഅ്തിദാലിൽ വന്നിട്ട് ഇത് പരിപൂർണമായി ചെല്ലാത്തവരില്ലയോ? റബ്ബനാ ലക്കൽ ഹംദ് എന്ന് മാത്രം പറഞ്ഞ് കേവലം ഓടുന്ന ശാഫി മദ്ഹബിലുള്ളവരില്ലയോ? പാടില്ല, പാടില്ല. നീ സുജൂദിലേക്ക് പോയിട്ട് അവിടെയും ശ്രദ്ധിക്കണേ. സുമ്മസ്ജുദ് ഹത്താ തത്മഇന്ന സാജിദ, സുജൂദിലേക്ക് പോകണേ, അനക്കമടങ്ങണേ. എന്നിട്ട് വേണം നീ ചൊല്ലേണ്ടത് സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി. പിന്നെ നീ ഇരിക്കണേ. സുമ്മജിലിസ്, പിന്നെ നീ ഇരിക്കണേ, ഇടയിലുള്ള ഇരുത്തത്തിൽ ഇരിക്കണേ. ഹത്താ തത്മഇന്ന ജാലിസ, ആ ഇരുത്തത്തിലും നീ അനക്കമടങ്ങണേ എന്ന് ഹബീബ് റസൂലുള്ളാഹി. ആ അനക്കമടങ്ങലിലുള്ള ഇരുത്തത്തിൽ പോലും വലിയ വിശാലമായ ദുആ ഉണ്ട് സഹോദര, ദുആ ഉണ്ട് സഹോദരി. നിന്റെ ജീവിതത്തിൽ വേണ്ടുന്ന അനിവാര്യമായ മുഴുവൻ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ്. 7 വലിയ പ്രാർത്ഥനകളാണ് ഇടയിലുള്ള ഇരുത്തത്തിലുള്ളത്. ഇന്ന് വരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ അർത്ഥമറിഞ്ഞുകൊണ്ട് ചെയ്തതായിട്ട് ഓർമ്മയുണ്ടോ ചെറുപ്പക്കാരാ? ഓർമ്മയുണ്ടോ സഹോദര? ഓർമ്മയുണ്ടോ ഉമ്മ? ഇല്ലെങ്കിൽ നാളെ സുബഹി മുതൽ തുടങ്ങണേ, തുടങ്ങണേ. ആയുസ്സുകാ തീരുവയാണ്. 30ഉം 40ഉം കഴിഞ്ഞവരില്ലയോ? ഇനി എന്നാണ് നമസ്കാരം ശ്രദ്ധിക്കുന്നത്? ഇനി എന്നാണ് അമൽ ചെയ്ത് സ്വർഗം കരഗതമാക്കാൻ പറ്റുന്നത്? റബ്ബി ഗഫിർലി
വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ഇതിന്റെ അർത്ഥമറിയുന്ന സഹോദര, നീ എവിടെയും പോകേണ്ടതില്ല. ഇത് ചെറിയ ഒരു അമലല്ല, ചെറിയ അമലല്ല. നീ നമസ്കരിക്കുന്ന സമയത്ത് തന്നെ റബ്ബിനോട് പറയുകയാണ്. നമസ്കരിക്കുന്ന സമയത്തല്ലേ ഒരു അടിമ ഏറ്റവും കൂടുതൽ റബ്ബിലേക്ക് അടുക്കുന്ന സന്ദർഭം. അതിന്റെ സമയത്ത് തന്നെ നീ റബ്ബിനോട് പറയുന്നു. ഇടയിലുള്ള ഇരുത്തത്തിൽ പറയുകയാണ്, റബ്ബി ഗഫിർലി, അല്ലാഹുവേ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ. ഞാൻ കള്ളു കുടിച്ചവനാണ്, ലഹരി നുണഞ്ഞവനാണ്, മോശപ്പെട്ടതായ രീതിയിൽ എന്റെ കണ്ണുകളെ കൊണ്ടുപോയവനാണ്, ഹറാമായ സിനിമകൾ കണ്ടിട്ടുണ്ട്, സീരിയലുകൾ ദർശിച്ചിട്ടുണ്ട്, അന്യരാകുന്ന പരപുരുഷന്മാരിലേക്ക് അറിയാതെ നോക്കിപ്പോയിട്ടുണ്ട്, അന്യ സ്ത്രീകളിലേക്ക് അറിയാതെ നോക്കിപ്പോയിട്ടുണ്ട്. പൊറുക്കണേ അല്ലാ, പൊറുക്കണേ അല്ലാ. നിസ്കാരത്തിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ നീ പറയുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ എന്റെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാ. തീർന്നില്ല, തീർന്നില്ല. രണ്ടാമത്തെ പ്രാർത്ഥനയാണ്, വർഹംനി, എനിക്കൊന്ന് കരുണ ചൊരിയണേ നാഥാ, എനിക്ക് കരുണ ചൊരിയണേ അല്ലാ. നിന്റെ കരുണ വല്ലാതെ വിശാലമാണ്, പ്രവിശാലമാണ്. എനിക്ക് നിന്റെ കരുണയിൽ അല്പം നൽകണേ അല്ലാ. ആ കരുണ കൊണ്ടേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. നീ എനിക്ക് കരുണ ചൊരിയണേ അല്ലാ. വജ്ബുർനി, എന്റെ കാര്യങ്ങൾ അഖിലവും നീ പരിഹരിക്കണേ നാഥാ. എനിക്ക് ജോലിയില്ല, ജോലിയില്ല. ഞാനിതാ സൗദിയിൽ നിന്ന് നിതാഖത്തിന്റെ പ്രശ്നം കാരണമായി നാട്ടിൽ വന്നിരിക്കുകയാണ്. ഹൈറായ ജോലിയില്ല, ഹൈറായ വേതനമില്ല റബ്ബേ. നല്ലൊരു വിസയ്ക്ക് വേണ്ടി ശ്രമിക്കുകയാണ്. നീ എന്നെ സ്വീകരിക്കണേ റബ്ബേ. വജ്ബുർനി, എന്റെ കാര്യങ്ങൾ അഖിലവും പരിഹരിക്കണേ അല്ലാ. പ്ലസ്ടുവിന് പഠിക്കുന്ന കുട്ടി നിസ്കരിക്കുമ്പോൾ ദുആ ചെയ്യുന്നു, വജ്ബുർനി, എന്റെ കാര്യങ്ങൾ പരിഹരിക്കണേ അല്ലാ. എനിക്ക് വിജയം നൽകണേ അല്ലാ, എനിക്ക് വിജയം നൽകണേ അല്ലാ. എന്റെ കാര്യങ്ങൾ പരിഹരിക്കണേ അല്ലാ. ഭർത്താവ് ഗൾഫിലുള്ള ഭാര്യ, അവൾ നമസ്കാരത്തിൽ പറയുന്ന, റബ്ബേ വജ്ബുർനി, എന്റെ കാര്യങ്ങളെ പരിഹരിക്കണേ അല്ലാ. എന്റെ കാര്യങ്ങൾ നീ നടത്തിക്കൊണ്ട് പോകണേ അല്ലാ. വർഫഅനി, എന്റെ ദറജ ഉയർത്തണേ അല്ലാ. ആര് ശ്രമിച്ചാലും എന്റെ ദറജ അല്പം പോലും ഉയർത്താൻ പറ്റൂല, നിനക്ക് കഴിയുമല്ലാ. വർഫഅനി, പരീക്ഷയിൽ എന്റെ ഗ്രേഡ് ഒന്ന് ഉയർത്തി ഈ ദുനിയാവിലും ആഖിറത്തിലേക്കുമുള്ള രക്ഷയുടെ കവചം നീ തുറക്കണേ അല്ലാ. എന്നെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. വർഫഅനി, തീർന്നില്ല, തീർന്നില്ല. വർസുഖ്നി, വർസുഖ്നി, എനിക്ക് നീ റിസ്ഖ് നൽകണേ അല്ലാ. ഇതൊക്കെ എവിടെയാ ചോദിക്കുന്നത്? നിസ്കാരത്തിൽ. വർസുഖ്നി, എനിക്ക് നീ റിസ്ഖ് നൽകണേ അല്ലാ. ഒരു ചാൺ വയറ് നിറയ്ക്കാൻ വേണ്ടിയാണ് പകലന്തിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് ഞാൻ പണിയെടുക്കുന്നത്. അല്ലാഹുവേ പടച്ച റബ്ബേ, വർസുഖ്നി, എനിക്ക് നീ റിസ്ഖ് നൽകണേ അല്ലാ. അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പണിയെടുക്കുമ്പോഴും നിസ്കരിക്കുന്ന സഹോദരാ, നീ അറിയുന്നില്ല അതിലൊരിടയിലൂടെ ഇരുത്തമുണ്ട്, അതിലൊന്ന് അനക്കമടങ്ങണേ. അവിടെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യണേ. വർസുഖ്നി, എനിക്ക് നീ റിസ്ഖ് നൽകണേ അല്ലാ. ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവൻ അല്ലാഹുവല്ലയോ, പടച്ച റബ്ബല്ലയോ. ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവൻ അല്ലാഹുവാണ്, അല്ലാഹുവാണ്. കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂജനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ്,
ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്ന ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നവൻ അല്ലാഹുവേ, നീയാണ് റബ്ബേ, നീയാണ് അല്ലാഹ്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ ويعلم مستقرها ومستودعها كل في كتاب مبين. ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനാണ് റബ്ബേ. വർസുഖ്നി, എനിക്ക് നീ റിസ്ഖ് നൽകണേ, എന്റെ ഈ അരച്ചാൻ വയറെന്ന് നിറയ്ക്കണേ അല്ലാഹ്. വഹ്ദിനി, എന്നെ സന്മാർഗത്തിന്റെ പാന്താവ് തെളിക്കണേ അല്ലാഹ്. ഒരുപാട് കള്ളത്തരീക്കത്തുകളുള്ള സ്ഥലമാണ്, ഒരുപാട് കള്ളത്തരീക്കത്തുകൾ വ്യാജ പ്രചരണങ്ങളുമായി ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്, സന്ദർഭമാണ്. പല രീതിയിലുള്ള പുസ്തകങ്ങൾ അവർ പ്രകാശനം ചെയ്ത് വീടുകൾ കൊണ്ടുവന്ന് എത്തിച്ചു കൊടുക്കുന്ന റബ്ബേ. വഹ്ദിനി, എന്നെ സന്മാർഗത്തിന്റെ പാന്താവ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൽ എന്നെ അടിയുറച്ച് നിർത്തണേ അല്ലാഹ്. എന്റെ ശരീരത്തിന് സൗഖ്യം നൽകണേ അല്ലാഹ്. ക്യാൻസർ ഉണ്ട് റബ്ബേ, കിഡ്നി തന്നും ഫെയിലാണ് റബ്ബേ, മാരകമാകുന്ന ബുദ്ധിമുട്ടുകളുണ്ട് റബ്ബേ, ശരീരം മുഴുവനും പെയിനാണ് അല്ലാഹ്, നടുവേദനയാണ് റബ്ബേ, ഫിസിയോതെറാപ്പിക്ക് വിധേയാണ് അല്ലാഹ്, യൂട്രസിൽ മുഴയുണ്ട് റബ്ബേ, ഗർഭാശയത്തിൽ മുഴയുണ്ട് അല്ലാഹ്. വാഫിനി, എനിക്ക് നീ സൗഖ്യം നൽകണേ അല്ലാഹ്. ആരാണ് സഹോദര ചിന്തിക്കുന്നത്? 7 വലിയ പ്രാർത്ഥനകളാണ് നീ നിസ്കരിക്കുന്ന നമസ്കാരത്തിൽ ഉള്ളത്, അതിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലുള്ളത്. ഏറ്റവും അശ്രദ്ധരാകുന്നത് യുവാക്കളാണ്, ഏറ്റവും അശ്രദ്ധരാകുന്നത് യുവാക്കളാണ്, യുവതികളാണ്.